ജനസേവ സമിതി ട്രസ്റ്റ്, നാഷണൽ NGO കോൺഫെഡറേഷൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് 50% സബ്സിഡിയോടെ 4ാം ഘട്ടത്തിൽ 400 പേർക്ക് തയ്യൽ മെഷീൻ നൽകുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സലിത റഹീം നിർവഹിച്ചു. സമൂഹത്തിൽ ആരെയൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ വരുമാനം ലഭ്യമാകത്തക്ക രീതിയിൽ അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ളത് തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർ ഉള്ളപ്പോൾ എല്ലാവർക്കും സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സ്വയം തൊഴിൽ, നമുക്ക് അറിവുള്ള കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ നിന്നുകൊണ്ട് വരുമാനം ലഭ്യമാക്കി അത് നമ്മുടെ കുടുംബത്തിന് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും. ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N. മധു അധ്യക്ഷനായി. നമ്മൾ ഈ സംസ്ഥാനത്തിൽ ജനിച്ചത് തന്നെ ഇന്ത്യ എന്ന ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല സംസ്ഥാനമായ കേരളത്തിൻ്റെ, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ നമുക്കിന്നുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണ്. അപ്പോൾ ആ തൊഴിലില്ലായ്മ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളിൽ പലരും ഇന്ന് വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം മൂല കാരണങ്ങൾ തടഞ്ഞു നോക്കുമ്പോൾ അറിയാം, സ്വയം തൊഴിൽ ചെയ്യാനുള്ള മടിയാണ് നമ്മളിൽ പലർക്കും ഉള്ള കാരണം. പക്ഷെ കോവിഡും കഴിഞ്ഞ വെള്ളപ്പൊക്കമൊക്കെ അതിജീവിച്ച നമുക്ക് ഈ ഒരു സ്ഥിതിയെ പരിഹരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളൊരു ചിന്തയുടെ ഒരു ഭാഗമാണ് ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അത് പവർ മിഷൻ വിതരണോദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നടത്തി. സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും നമുക്ക് സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു വേദി അല്ലെങ്കിൽ ആ ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് നമുക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ തയ്യൽ മെഷീൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഏതാണോ ആവശ്യപ്പെടുന്നത് അതാണ് നമുക്ക് ഈ ട്രസ്റ്റ് വഴി നമുക്ക് ലഭ്യമാകുന്നത്. അതിലൂടെ ഡ്രസ് മെറ്റീരിയൽ മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് ഹോസ്റ്റലുകളിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് അത്തരം പദ്ധതി, അതായത് അത്തരം മെറ്റീരിയലെടുത്ത് ചെറിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ചെയ്യുന്നത്. കുട്ടികൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ആവശ്യപ്പെടുന്നതാണ് ചെറിയ കനം കുറഞ്ഞിട്ടുള്ള കോസടി എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന കനം കുറഞ്ഞിട്ടുള്ള ബെഡ് അടിക്കൽ. അപ്പോൾ പറവൂരിൽ വളരെ കുറച്ച് പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നും ഡ്രസ് മെറ്റീരിയൽ മാത്രമല്ലാണ്ട് പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ നിങ്ങളുടെ ആശയങ്ങളെയാണ് നാളെ വിപണിയെ കൈയടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഡീലക്സ് മിഷൻ കവിതാ ഗ്രൂപ്പിന്റെ MD KO വർഗീസ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ജയ ദേവാനന്ദൻ, വള്ളുള്ളി ബാങ്ക് പ്രസിഡന്റ് അഗസ്റ്റിൻ, KU രഞ്ജിത്ത്, വിദ്യാധര മേനോൻ, അഡ്വക്കേറ്റ് മോഹൻകുമാർ, രാജീവ് മേനോൻ, S. രാജൻ, സബിത നൌഷാദ് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ CG മേരി പദ്ധതിയുടെ വിശദീകരണം നടത്തി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ഘട്ടത്തിൽ നമ്മൾ 400 പേർക്കാണ് തയ്യൽ മെഷീൻ, മോട്ടർ, അങ്ങനെയുള്ള വിവിധങ്ങളായ മെഷീൻ, അതിൽ പവർ മെഷീനുണ്ട്, അംബ്രല മെഷീനുണ്ട്, സിംഗിൾ മെഷീനുണ്ട്, പിന്നെ ഇന്റർലോക്ക് മെഷീനുണ്ട്, മോട്ടറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ കൊടുക്കുന്നത്. നേരത്തെ നാഷണൽ NGO കോൺഫെഡറേഷനുമായി സഹകരിച്ച് ജൻശിക്ഷൻ സംസ്ഥാനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ തുടർച്ചയായിട്ട് അവിടെ കോൺട്രിബ്യൂഷൻ അടച്ചവരുടെ ആനുകൂല്യമാണ് ഈ പദ്ധതിയിലൂടെ, ഇന്നത്തെ ഈ പരിപാടിയിലൂടെ വിതരണം ചെയ്യുന്നത്. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.